അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ നബിദിനം കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടതാണ് കേട്ടോ. നബിദിനം കഴിഞ്ഞിട്ട് അന്ന് രാത്രി വന്നതിന് ശേഷം നമുക്ക് എന്താണ് കിട്ടിയെന്നുള്ളത് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കണം കേട്ടോ. കവറൊക്കെ പൊളിച്ച് നോക്കുമ്പോൾ അത് അതുപോലത്തെ 2 പാത്രം ഓരോരുത്തർക്കും ഓരോന്ന് കിട്ടിയിട്ടോ. അപ്പോൾ അത് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, അതിന് കിട്ടി. പിന്നെ ഫെമിക്കുട്ടി ഖുറാൻ പാരായണം അങ്ങനെ കൂടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതിനൊക്കെ ഫസ്റ്റ് സെക്കൻഡ് ഇല്ല, പ്രോത്സാഹന സമ്മാനമായിട്ട് അങ്ങനെ കിട്ടിയതാണ് കേട്ടോ അത്. അങ്ങനെ അൽഹംദുലില്ലാ അതൊക്കെ കഴിഞ്ഞു. കുട്ടികൾക്കും സന്തോഷമായി. പിന്നെ നമുക്കൊരു ഉപകാരത്തിലേക്ക് വരുന്ന ഒരു കാര്യം തന്നെ സാധനം തന്നെയാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനിതാ പിന്നെ ഇതിങ്ങനെ പെട്ടെന്ന് മിണ്ടാണ്ട് അവൻ കാണാണ്ട് എടുത്ത് ഞാൻ ബാക്കിൽ നിന്ന് വന്നാട്ടോ. ഒരു ദിവസം ഇങ്ങനെ അവൻ നോക്കുമ്പോൾ പാത്രങ്ങൾ നമുക്ക് ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാത്രം സെറ്റ് എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെ പുറത്തേക്ക് വെച്ചത് തന്നെയാണ്. പക്ഷേ നമുക്ക് പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാതും സെറ്റ് വെച്ച് എല്ലാതും കംപ്ലീറ്റ് പൊട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളുടെ വീട്ടിലേക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ആരും വിരുന്നേര് വന്നിട്ടില്ല, എടുക്കേണ്ടി വന്നിട്ടൊന്നുമില്ല. നമ്മളെ അങ്ങനെ ധാരണ വിട്ടു കേട്ടോ. നമുക്ക് എല്ലാതും നമുക്ക് പുതിയ പാത്രങ്ങളാണ് ഇപ്പോൾ പുതിയത് ഇരുന്ന കാരണം കൊണ്ട്. അപ്പം അങ്ങനെ ഒന്നിട്ട് അങ്ങനെ വേറൊരു പാത്രം എടുക്കാന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്തോ പാവം തോന്നിയിട്ടാ. നമുക്ക് ഇനി എനിക്ക് അതിൽ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവരിങ്ങനെ കുളിക്കാനൊക്കെ പോയ സമയത്ത് ഞാൻ പാത്രമൊക്കെ എടുത്ത് സാധാ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ സാധാ കറിയും ചോറ് ഉപ്പേരി അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയാൽ മറ്റാൾ ചിരിച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചിലപ്പോൾ അതിൽ കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ആരെങ്കിലും വരുമ്പോൾ എടുക്കാനെന്ന് പറഞ്ഞിട്ട് വെക്കണത് ആരെ വരുമ്പോൾ എടുക്കാൻ നമുക്ക് എന്താ പറയുക, നമുക്കുള്ള സമയത്ത് നമ്മൾ ഉള്ളുമ്പോൾ നമ്മൾ നല്ല പാത്രം നമ്മൾ എടുത്ത് വെച്ചതൊക്കെ എടുത്ത് ഒന്നുമില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് എല്ലാവരും കൂടി അങ്ങനെ കഴിക്കണത് നല്ലതാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് മരിച്ചും പോയി വെച്ചപ്പോൾ നമുക്ക് അതിലൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ കഴിച്ച് മക്കൾക്കൊക്കെ എന്തായാലും സന്തോഷമായിട്ടാണ്. അപ്പോൾ ഇനി എന്തായാലും അങ്ങനെ പ്ലാൻ ഉണ്ട്. ഇടക്കിടക്ക് നമ്മൾ തന്നെ എടുത്തിട്ട് കഴിക്കുക. വിരുന്നേര് വരുമ്പോഴല്ല, അപ്പോൾ വിരുന്നേർക്ക് കൊടുക്കാമല്ലോ ഇൻഷാ അള്ളാ. അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ നമുക്കിതാ എല്ലാവരും നാത്തൂൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂളൊക്കെ പൂട്ടിയ സമയമല്ലേ, അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. മക്കൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ടാ. നമുക്ക് നബിദിനൊക്കെ ആയ കാരണം ബിരിയാണി ആവശ്യമൊന്നുമില്ല. അപ്പോൾ നെയ്ച്ചോറും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ പള്ളിക്കുന്നൊക്കെ കിട്ടിയത് കാരണം പിന്നെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ സാധാ ചോറൊക്കെ വെച്ച് പിന്നെ നമ്മളപ്പുറത്തെ വീട്ടിലത്തെ എരുമയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇവർ കളിക്കണേനിടയ്ക്ക് ഇങ്ങനെ ഗേറ്റിൻ്റെ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, സൈഡിലും കൂടെ അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടാ. അങ്ങോട്ട് നോക്കി നോക്കി ഒരാൾ എത്തിച്ച് നോക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ അതിങ്ങനെ തലയിട്ട് നോക്കുക കേട്ടോ. ഇവരുടെ ബഹളം കളിയൊക്കെ കേട്ടിട്ട് ഇങ്ങനെ എത്തിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയും ആരെ പുതിയ ആൾക്കാർ വന്നിക്കണമെന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പേപ്പർ സോപ്പാണ് മനസ്സിലായി. ഇതെങ്ങനെ ഉണ്ടാക്കിയതാണ് കാണിച്ചു തരാം. ഫസ്റ്റ് ടിഷ്യൂ പേപ്പർ എടുക്കുക. ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം അത് ആവശ്യത്തിനാക്കിയിട്ട് വലുതാക്കിയിട്ട് കട്ടാക്കുക. എന്നിട്ട് വലുതാക്കി കട്ടാക്കിയിട്ട് അതിൽ കുറച്ച് ഹാൻഡ് വാഷ് തേച്ചിട്ട് വെയിലത്ത് നല്ല ഉണക്കാൻ വെക്കുക. നല്ല അങ്ങനെയാണ് അന്നെ പിടിക്കട്ടാ. ഓക്കെ, അന്നെ പിടിക്ക അതാണ് നമ്മളെ അമ്പുകുട്ടി. നല്ല കുട്ടിയാണ്. പാപ്പാ അതിന് വീഡിയോ പിടിക്കാനേ വിളിച്ചത് കണ്ടാ. ഇജ്ജ് എടുക്ക എന്തായാലും എടുക്ക അങ്ങോട്ട് വെയില് കഴിഞ്ഞ മക്കളെല്ലാവരും കൂടി കഴിഞ്ഞാൽ പിന്നെ രസമാണ് കേട്ടോ. ഒരിങ്ങനെ കളിച്ചിട്ട് ഇതായിട്ടും വെയിലാണ് നമ്മളിവിടെ പാടാണെന്നുണ്ടെങ്കിൽ ഓർക്ക് പുറത്തിറങ്ങണം. അപ്പോൾ ഒന്ന് വെയിലറിയുന്ന ശേഷം ഇറങ്ങും. അങ്ങനെ വൈകുന്നേരത്തെ നമ്മുടെ ചായയോടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് നമുക്ക് 2 ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞെന്താ വെച്ചെങ്കിൽ നമുക്ക് നാരങ്ങൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഡ്രിങ്ക് അവർക്ക് കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഏലക്കായ ഉണ്ടല്ലോ അതും ഒരു പീസ് ഇഞ്ചും പഞ്ചസാരയും കൊണ്ടിട്ടിട്ട് അടിക്കാം മിക്സിക്ക്. നല്ലോണം അടിച്ചെടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ ാണ് അരിച്ചിട്ട് ഒഴിക്കണത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. അതൊന്ന് നല്ല മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ.
അടിപൊളിയായിട്ട് കിട്ടും. നമ്മളെ ലൈം ഉണ്ടല്ലോ, എന്താ പറയുക, അങ്ങനെ ചെറുനാരങ്ങ ഉണ്ട് വെച്ചെങ്കിൽ അത് വെച്ച് കൊടുക്കുക, ചെറുനാരങ്ങ ഇല്ലെങ്കിൽ ഇങ്ങനെയും കൊടുക്കുക എന്ന് പറഞ്ഞത്. എന്തായാലും നല്ല അടിപൊളി ആണ് കേട്ടോ. അപ്പോൾ അത് കുടിക്കാത്തവരുണ്ടെങ്കിൽ കുടിക്കുക. അത് ഞങ്ങളുടെ മാമി ഉണ്ട് കേട്ടോ, മാമി കാണിച്ചു തന്നതാണ്, മാമിയുടെ ഐഡിയ ആയിരുന്നു. അപ്പോൾ ആരെങ്കിലും വിരുന്നേരം വന്ന സമയത്ത് ഒന്നുമില്ല, കലക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മാമി ഉണ്ടാവും ഒരു പറമ്പിലേക്ക് ഒരു ഓട്ട ഇഞ്ചി മാന്താൻ. മണ്ണിലന്ന് ഇഞ്ചൊക്കെ കുഴിച്ചിട്ടൊക്കെ ഇടൂട്ടാ അവിടെ. അപ്പോൾ പിന്നെ ഇഞ്ചി ഇഞ്ചി മാന്ത് ഇലക്ക എടുത്തിട്ട് മിക്സിക്ക് ഇതുമാതിരി പഞ്ചസാരയിട്ട് അടിച്ചാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒരുപാട് കുടിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. അപ്പോൾ ഇതാണ് നല്ല അടിപൊളി ഡ്രിങ്ക് കേട്ടോ. ചെറിയൊരു തണവ് വേണം കേട്ടോ അത്, അപ്പോഴാണ് ഇത് കുടിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതെന്തായാലും പരീക്ഷിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ വൈകുന്നേരം നമ്മുടെ ഹംദാനിക്ക് നമ്മൾ ചൂല എവിടെ കൊണ്ടുവച്ചാലും ഓന് ഈ 2 സാധനം നമ്മൾ എവിടെ ഒളിപ്പിച്ച് വെച്ചാലും അതെടുത്ത് കൊണ്ടുവിട്ടാ, അതെടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അടിച്ചു വരണ മാതിരി ഇങ്ങനെ നടക്കുന്നതും പിടിച്ചുകൊണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ മൂപ്പര് പരിപാടി ഇട്ടത്, എപ്പോഴും സ്ഥിരമുള്ള പരിപാടിയാണ്. പിന്നെ ഹംദാനും ഫഹദും ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഫഹദേനെ വിളിക്കുക അവന് തന്നെ, ഇക്കാക്കാന്ന് എത്ര വന്നാൽ കേൾക്കില്ല. ഫഹദേ വിളിച്ചിട്ട് പുറത്തേക്ക് പോകാണ്ട് ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തുടങ്ങും ഫഹദേ വിളിച്ച് കരച്ചിൽ. നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഒരു കരച്ചിൽ കേട്ടോ. അവർ വെള്ളിയാഴ്ച പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് എടുത്തതാണിത്. അപ്പോൾ ചെരുപ്പൊക്കെ ഇവിടെ കാൻ്റെ ഞാൻ കൊടുത്തിരുന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇവർ പോവാണ്, മാറ്റണൊക്കെ കാണാണ്ടല്ലോ. ഓന് തുണിയൊക്കെ എടുത്തിട്ടുണ്ട്, കായ റെഡി ആയിട്ടുണ്ട് പള്ളിയിൽ പോകാൻ. അപ്പോൾ കണ്ട അപ്പം തുടങ്ങി അവന് കേരളിട്ടാ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എടുത്തിട്ട് കൊണ്ടുപോവാനാ എവിടുക്കാ? പള്ളിക്കൊക്കെ പമ്പേഴ്സ് ഇട്ടിട്ടാ പോണ്? പള്ളിക്കൊക്കെ ബാഗ് കൊടുക്കുന്നുണ്ട് പോരെ. വാ എന്തായാലും വാ. പിന്നെ ആള് മനയില്ല മനസ്സാല എൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ്. പക്ഷേ വലിയ ഉഷാറൊന്നുമില്ല. എന്തായാലും ഇങ്ങനെ കരയുന്നുണ്ട്, ഫതേ വിളിച്ചിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. നല്ല വെയിലുള്ള ദിവസമായിട്ടെന്ന്. അപ്പോൾ എന്തായാലും ഈ നേരത്ത് നല്ല പൊട്ടൻ വെയിലാണ്. വെയിലുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇവിടെ മരങ്ങളും കാര്യങ്ങളും ഇല്ലാത്ത കാരണം കൊണ്ട് നല്ല വെയിൽ തട്ടുട്ടാ. അപ്പോൾ നമുക്ക് അധികം കുറേ സ്ഥലങ്ങളൊന്നും നമുക്കില്ല, എന്താ പറയുക, ഒരു 8 സെൻറ്റിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അത് കാരണം നമുക്ക് മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ വേര് തറയിലേക്ക് പോകുമെന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ വെക്കാൻ സമ്മതിക്കാത്തത് കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ചെറുവക ഐറ്റംസുകളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു തണലിനെങ്കിലും എന്തെങ്കിലും ഒന്ന് വേണ്ടിയിട്ടിട്ട് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഭയങ്കര വെയിലാണ്, പുറത്തൊന്നും ഇരിക്കാനൊന്നും പറ്റില്ല. പിന്നെ കാറ്റാണ് കേട്ടോ, നല്ല കാറ്റുള്ള കാരണം കൊണ്ട് നമുക്ക് വെയിലിൻ്റെ ചൂട് അങ്ങനെ അറിയില്ല. പിന്നെ വെള്ളിയാഴ്ച ദിവസം നമുക്ക് പ്രധാനമാണല്ലോ കഹഫ്, അതിൽ സുന്നത്താണ് കേട്ടോ. നമുക്ക് കഹഫ് സൂറത്ത് അത് നമുക്ക് ഏറ്റവും വലിയ ഇത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ദജ്ജാലാണ്. അതെന്ന് പോലുള്ള നമുക്ക് അത്രയും നല്ലൊരു രക്ഷ തരുന്ന ഒരു എന്താ പറയുക അതാണ് കേട്ടോ സൂറത്താണ് സൂറത്ത് കഹഫ്. അത് നമ്മൾ വെള്ളിയാഴ്ച ദിവസം നമുക്ക് വെള്ളിയാഴ്ച ദിവസം എല്ലാവരും പറയുന്നത് ജുമാക്ക് മുന്നേ ഓതി തീർക്കാൻ നിർബന്ധം, അല്ലെങ്കിൽ ഓതാം. അപ്പോൾ അല്ലെങ്കിൽ ഓതാൻ പറ്റില്ലേ അങ്ങനെയൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ടാവട്ടെ. അങ്ങനെയൊന്നുമില്ല, ജുമാക്ക് മുന്നേ ഓതൽ ഏറ്റവും നല്ലതാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക മഗ്‌രിബിൻ്റെ ഒരു സമയമാവുന്നതിന് മുന്നേ അങ്ങനെ ആയിട്ട് നമുക്ക് ഓതി തീർക്കാം. പിന്നെ നമുക്ക് എന്താ പറയുക വ്യാഴാഴ്ച മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് മുതൽക്ക് എന്താ പറയുക വെള്ളിയാഴ്ച മഗ്‌രിബിൻ്റെ ഉള്ളിൽ അത്രയും ദിവസം സമയം നമുക്ക് ഇനിയിപ്പോൾ ജുമാടെ മുന്നേ ഓതാൻ പറ്റില്ല വെച്ചാൽ നമ്മൾ ഓതാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു സമയത്തേക്ക് എങ്ങനെയായാലും നമുക്ക് ഓതി തീർത്താൽ എല്ലാം കൊണ്ട് നമുക്ക് ഏറ്റവും നല്ലൊരു സൂറത്താണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഓതാനും മടിയൊക്കെ തോന്നും, അതുകൊണ്ട് ഓതി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലപോലെ ആയിട്ട് ഓതിയെടുക്കാനും പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഈ പറയുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്യുന്നൊരു കാര്യം മാത്രമേ ഞാൻ നമ്മുടെ ചാനലിൽ പറയുള്ളൂ കേട്ടോ. അത് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടണമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്പാദ്യം കിട്ടണമെന്ന് വിചാരിച്ചിട്ടോ അല്ല. ഇതുവരെയുള്ള വീഡിയോസിലൊന്നും ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. മുന്നത്തെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒരു വീഡിയോ എനിക്കൊരു ഇഷ്ടത്തിനൊരു ഇൻട്രസ്റ്റിന് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇട്ട് തുടങ്ങിയതാണ് വീഡിയോസ്. പക്ഷെ അപ്പം പിന്നെ ഇങ്ങനെ ആലോചിക്കണം തുടങ്ങും, എന്തായാലും വീഡിയോ ഇടല്ലേ എന്ന് പിന്നെ ഒരു ഉപകാരത്തിലേക്ക് വിടുന്നത് കൂടെ ആയിക്കോട്ടെ, നാളെ ആഖിറത്തിൽക്കും വേണ്ടിയിട്ടുള്ള ഒരു ഉപകാരമല്ല, നമുക്കൊരു മുതൽക്കൂട്ടാണല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു സംശയം ആരെങ്കിലും ഒന്ന് തീരുന്നുണ്ട് വെച്ചെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എനിക്കുള്ള സംശയങ്ങൾ ഞാൻ ഇതുപോലെ യൂട്യൂബിൽ നോക്കിയിട്ടും കാര്യങ്ങളും ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം തന്നെ അതിനെപ്പറ്റി നല്ലോണം മനസ്സിലാക്കി എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ പറയാൻ നിൽക്കുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യം മാത്രമേ നമ്മൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കൂടുതൽ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കി അതിനെ പറ്റി വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. വലിയ ആൾക്കാരൊക്കെ പറഞ്ഞ് വിശദമാക്കി തന്നിട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കി സംശയമൊക്കെ തീർക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്തായാലും ശ്രദ്ധിച്ച് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായില്ലെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കേട്ടോ, എൻ്റെ വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.